ഈ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഏജ് വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട്. അതായത് സ്ത്രീകൾക്കായിരിക്കും, എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേർക്കെങ്കിലും സ്ത്രീകളിൽ ഏജ് കൂടുതലും പുരുഷന്മാരിൽ ഏജ് കുറവും, അവരെക്കാളും ഏജ് കുറവായിട്ടുള്ളൊരു എനർജി എനിക്ക് കൂടുതലും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് സംതിങ് റിലേറ്റഡ് ടു നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തോട് സംബന്ധിച്ചിട്ട് അവിടെ അരികിലായിട്ടോ അല്ലെങ്കിൽ അടുത്തായിട്ടോ എന്തെങ്കിലും പുഴയോ അരുവിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം. ഇത് നിങ്ങളെ കണക്റ്റ് ആക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല, ബട്ട് എനിക്ക് വാട്ടർ സൈൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും വാട്ടർ സൈൻ കൂടുതൽ കിട്ടുന്നുണ്ട് ഇവിടെ. ആ വാട്ടർ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളെ വ്യക്തി വിദേശത്തോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താകാനോ ഉള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ സംബന്ധിച്ചിട്ടുള്ള അരുവി, കനാല്, എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഇത്ര കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അധികവും ഇനീഷ്യേറ്റീവ് ആദ്യ കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളെ എപ്പോഴും എന്താ പറയുക, വിളിച്ചുകൊണ്ടിരിക്കാനും നിങ്ങൾ ആദ്യം മാറി നിന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അധികം ഇതിലേക്കൊരു എനർജി കൊടുക്കാതെ നിങ്ങൾ ചെറിയതായിട്ടൊന്ന് മാറി നിന്നവരായിരിക്കണം. പക്ഷേ ആ ഒരു വ്യക്തിയായിരിക്കും അധികവും നിങ്ങളെ എന്താ പറയുക നിർത്താതെ ആ ഒരു സമയത്ത് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ആ ഒരു അഡിക്ഷൻ വരികയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം സംതിങ് റിലേറ്റഡ് ലൈക്ക് നിങ്ങൾക്ക് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ എനിക്കറിയാം, അല്ലെങ്കിൽ ആരോ ആണ് ഈ ഒരു പേഴ്സൺ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിചയം ഉണ്ടായിരിക്കണം എന്നില്ല ആ ഒരു പേഴ്സണെ, പക്ഷെ കണ്ടുമുട്ടി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തോ ആണ് ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ ആരോ ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ആണ്, അല്ലെങ്കിൽ സംതിങ് ഇത് നിങ്ങളുടെ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളെയാണ് ഇവർ എന്നുള്ളൊരു ഒരു മൈൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഏറെക്കുറെ പേർക്കും ഒരു പൊസസീവായിട്ടുള്ളൊരു മൈൻഡ് കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഈവൻ മാരീഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സോഷ്യലി മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അധികവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, ഈവൻ ഒരു ബോയ് ആണെങ്കിലോ ഗേൾ ആണെങ്കിലോ അവരുടെ ഫ്രണ്ട്സുമായിട്ട് പോലും കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ ഇടപഴകുന്നതൊന്നും നിങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ് മൈൻഡ് ഇവിടെ നിങ്ങൾക്കോ അവർക്കോ എന്തോ ഒരു പൊസസീവ് മൈൻഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെയാണ് ഇപ്പോൾ നിങ്ങളെപ്പോഴും അത് അവരാദ്യം തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കെയറിങ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും വേണം എന്നുള്ളൊരു തോന്നലായിരിക്കും. 24/7 നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ തോട്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജിങ്, ചിലപ്പോൾ രാത്രി പോലും നിങ്ങൾ ഉറങ്ങാതെ ഒളിച്ചും പാത്തൊക്കെ മെസ്സേജ് ചെയ്തിട്ടുള്ളവരുടെ എനർജീസ് കാണിക്കുന്നുണ്ട്. സോ ഒരു സമയം മുതൽ അവർ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് അവരുടെ ആ ഒരു സ്വഭാവത്തിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവർ ബിസിയാണ്, എനിക്കിങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വർക്കിൻ്റെ രീതിയിൽ കുറച്ച് ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ ഒഴിവുകൾ പറയുന്നതായിട്ട് ഇവിടെ ഏറെക്കുറെ പേരുടെ എനർജീസിലും വ്യക്തമായിട്ട് കാണുന്നതാണ്. ഓക്കെ, അവർ എനിക്ക് വിളിക്കാൻ സമയമില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് ഒരു കോൾ വിളിച്ചിട്ട് അപ്പം തന്നെ കട്ടാക്കുന്നുണ്ടായിരിക്കും. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നിരിക്കില്ല. എപ്പോഴും നിങ്ങളെ ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ പോലും അവർ നിങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി വിളിച്ചവരായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. സോ അത് നിങ്ങളെ വല്ലാതെ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ടുള്ളൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ,
മെൻ്റലി ഒട്ടും നിങ്ങൾക്ക് പറ്റാത്ത അതിൻ്റെ രീതിയിൽ ഒരുപാട് ഇഷ്യൂസുകൾ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് അതൊരു ഇംബാലൻസിലേക്ക് കടന്നതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് അതൊരു ഇംബാലൻസിലേക്ക് കടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല തേർഡ് പാർട്ടി എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉള്ളതായിട്ട് എനർജി കാണിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ പേർക്ക് അറിയാവുന്ന ഒരു തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഒരു നന്നായിട്ട് തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഏറെക്കുറെ പേരുടെ വാട്സപ്പ് എന്താ പറയുക ലാസ്റ്റ് സ്റ്റാറ്റസൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ നിങ്ങൾക്ക് മെസ്സേജുകൾ തരുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ കോൾ ബിസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ അതെൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ നിങ്ങളറിയാത്ത ഒരു ഫേക്ക് അക്കൗണ്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ കുറേ പേർക്ക്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് അധികകാലം നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്കൊരു ചീറ്റിങ് ലഭിക്കാനായിട്ട് സാധ്യത വളരെ ഏറെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി. അതിൽ നിന്നുമാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറെക്കുറെ പേർക്കും തേർഡ് പാർട്ടി കണക്ഷൻ വരുന്നത് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഡിവൈനായിട്ട് അവിടെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, ഏറെക്കുറെ തേർഡ് പാർട്ടിയിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നതാണ് അവരുടെ വേദവാക്യം എന്നുള്ള രീതിയിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനർജി. ബട്ട് എനിക്കിതിൽ ഫ്യൂച്ചറും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഉടനെ തന്നെ ഒരു ചീറ്റിങ് അവിടെ ലഭിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് ചീറ്റിങ് ലഭിക്കുന്ന ആ ഒരു സമയത്ത് പിന്നീട് അവർ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റക്നെസ് ആയിട്ടുള്ളൊരു അവസ്ഥ അവിടെ ഫ്യൂച്ചറിലേക്ക് കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, ആ ഒരു പേഴ്സണെ കുറിച്ചും തേർഡ് പാർട്ടിയെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. അവർക്ക് വല്ലാത്തൊരു ഗിൽറ്റി ഫീലിങ്സ് വരാനിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എനിക്കിവിടെ ഏറെക്കുറെ നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഈ ഒരു ഇതിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഓക്കെ, സോ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എനർജി അതിലൊരുപാട് തിങ്കിങ് പ്രോസസ്സ് അവർക്ക് നടക്കുമെന്നാണ് കാണിക്കുന്നത്. ആ തിങ്കിങ് പ്രോസസ്സിലാണ് അവസാനം നിങ്ങളിലേക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം അവർക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരോട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാകാൻ പോകുന്നതായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് എനിക്കിതിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നാണ്. അപ്പം കറണ്ട് എനർജി നോക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതോടുകൂടിയിട്ട് നിങ്ങളെ തേർഡ് പാർട്ടി എനർജിയിലാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്നൊരു അപ്പ് ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ അത് അധിക കാലവും നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് ഉടനെ തന്നെ അവർക്ക് അതിൽ നിന്നൊരു ചീറ്റിങ് ലഭിക്കാനും അവർ കുറച്ച് നാളുകളും കൂടി എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനും കൂടിയുള്ള ഒരു സ്റ്റേജിലാണ് എനിക്കിവിടെ കാണിക്കുന്നത് എനർജീസ് എല്ലാം തന്നെ.